ഇന്നിപ്പോൾ NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുകയായിരുന്നു. വളരെ കൗതുകകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. നമ്മുടെ പ്രേക്ഷകരും കണ്ടു കാണും. അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അതായത് നരേന്ദ്രമോദിയെ ഒരു ഷോൾ അണിയിക്കാൻ വരുന്നത് ആന്ധ്ര മുഖ്യമന്ത്രി ആകാൻ പോകുന്ന, അങ്ങനെ വേണമല്ലോ പറയാം, നിയുക്ത ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലുങ്ക് ദേശം പാർട്ടിയുടെ സുപ്രീമോ. അദ്ദേഹം വന്നിട്ട് ഒരു തവിട്ട് കളറുള്ള, തവിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു വല്ലാത്ത ചുവപ്പല്ലാത്തൊരു കളർ, വാടാമല്ലിപ്പൂവിൻ്റെ കളറുള്ള ഒരു ഷോള്, അത് കാവിക്കും ചുവപ്പിനും അത് ആന്ധ്രക്കാരുടെ ഒരു കൊടി പോലെയൊക്കെയാണ് അത്. അങ്ങനെ ഒരു ഷോള് പുതപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഒരു ചിത്രം കൈമാറി. അതാണ് എൻ്റെ ഒരു ഫോക്കസ് പോയിൻ്റ്. ആ ചിത്രം കൈമാറിയത് നമ്മുടെ ജനസേന പാർട്ടിയുടെ നേതാവ് പവൻ കല്യാണും ചന്ദ്രബാബു നായിഡുവും കൂടെ ഈ ചിത്രം കൈമാറി. ആ ചിത്രം തിരുപ്പതി ബാലാജിയുടേതായിരുന്നു. തിരുപ്പതി ബാലാജി ഒരു വലിയ പ്രതീകമായിട്ട് എനിക്ക് തോന്നി. കാരണം തിരുപ്പതി ബാലാജിക്ക് വിവാഹം കഴിക്കാൻ പണമില്ലായിരുന്നു. അങ്ങനെയാണല്ലോ അദ്ദേഹം ഭിക്ഷ യാചിക്കുന്ന പോലെ പണം ശേഖരിച്ചത്. കൊടുത്തവർക്കെല്ലാം ഇരട്ടി കൊടുത്തു. ചന്ദ്രബാബു നായിഡു അതുപോലെ നിൽക്കുക. സംസ്ഥാനത്തിന് തലസ്ഥാനമില്ല. തലസ്ഥാനം അതിന് പണിയാൻ കാശ് വേണം. കാശ് വേണമെങ്കിൽ കേന്ദ്രം സഹായിക്കണം, മോദി സഹായിക്കണം. അവിടെ തിരുപ്പതി ബാലാജിയെ പ്രതീകാത്മകമായി നരേന്ദ്രമോദിക്ക് കൈമാറിക്കൊണ്ട് തിരുപ്പതി ഭഗവാന്റെ അവസ്ഥയിലാണ് താൻ എന്ന്, എന്നെ സഹായിച്ചാൽ ഇരട്ടിയായി തിരിച്ചു തരും എന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. ഞാനിത് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, NDAക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞ് വൈകുന്നേരം BJP ആസ്ഥാനത്തേക്ക് മോദി വരുന്നു. മോദി വന്നിട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ പതിവ് പോലെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു മുദ്രാവാക്യം വിളിക്കാൻ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ജയ് ജഗന്നാഥ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു. പുരിയിലെ ജഗന്നാഥൻ, പുരി ജഗന്നാഥൻ. പുരി ചരിത്രത്തിലാദ്യമായി, ഭാരതമുണ്ടായതിനു ശേഷം ആദ്യമായി BJPയുടെ സർക്കാർ അവിടെ വരികയാണ്. അവിടുത്തെ ജനങ്ങളും ജഗന്നാഥനും മോദിക്ക് വാരിക്കോരി കൊടുത്തു. ജഗന്നാഥൻ തന്നെയാണ് ബാലാജി, അല്ലേ? ബാലാജി തന്നെയാണ് ശ്രീരാമൻ. അദ്വൈതത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാം വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. അപ്പോൾ അതൊരു വലിയൊരു കണക്റ്റഡ് ആയിട്ടുള്ള സാധനം തോന്നുന്നു എനിക്ക്. അത് മാത്രമല്ല, എനിക്ക് തോന്നിയത് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തോട് പറയുന്നത്, യു ആർ മൈ ബിലവഡ്, എന്നെ വിശ്വസിക്കാം എന്നുകൂടിയല്ലേ. എന്ന് മാത്രമല്ല, സത്യത്തിൽ ഈ കപടമതേതരവാദികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചന്ദ്രബാബു നായിഡു മുമ്പ് ഡൽഹിയിലുള്ള നാടകത്തിലൊക്കെ കിങ് മേക്കർ ആയിരുന്ന പോലെ പല ആളുകളും ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിനെ അങ്ങോട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങേരെ കിട്ടും, തിരിച്ചു കിട്ടും, നിതീഷിനെയും കിട്ടുമായിരിക്കും, ഇങ്ങേരെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടൊരുപാട് കളി കളിക്കാം എന്നൊക്കെ വിചാരിച്ച് പവാറും അവധ മുമ്പത്തെ സുഹൃത്തുക്കൾ ആയിരുന്നവരൊക്കെ മുമ്പ് ഈ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ റാലിയൊക്കെ ഒരു ക്യാമറയിൽ ഒതുങ്ങാത്തത്ര വീതിയൊക്കെയുള്ള ചിത്രങ്ങൾ 2019. അതെ. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ സുനിൽ പറഞ്ഞ ഈ പ്രതീകങ്ങളൊക്കെ ഹിന്ദുത്വ പ്രതീകങ്ങളാണ്. അതെ 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 ആണ്. അപ്പോൾ അവർ സത്യത്തിൽ ഹിന്ദുത്വയുടെ ഭാഗത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അമരാവതി, ഈ ബൈഫർക്കേഷൻ നടന്നല്ലോ. മൻമോഹൻ സിംഗ് നേരത്തെ ഇപ്പോൾ പോയി കണ്ടാൽ അമരാവതി ഒരു പ്രേത നഗരം പോലെ ചെയ്തിട്ടാണ്. പണി പകുതി പൂർത്തിയായ കെട്ടിടങ്ങൾ, സർക്കാർ ഏറ്റെടുത്ത സ്ഥലം മുഴുവൻ തരിശായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രേതഭൂമി പോലെയാണ് അമരാവതി. അത് ആ അമരാവതിയുടെ ഈ സംസാരിക്കുമ്പോഴൊക്കെ ആ വരച്ചിരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ, അതെങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചിത്രമാണ് മനസ്സിലുള്ളത്. മനോഹരമായിട്ട് ഹൈദരാബാദ് തന്നെ പോലെ ഹൈ റൈസ്ഡ് ആയിട്ടുള്ള IT ടവറുകളും ഒക്കെ ആയിട്ടാണ് അത് പണിതിരിക്കുന്നത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന് 55,000 കോടി രൂപ വേണം. അത് ഇനിയുള്ള സമയത്ത് തലസ്ഥാനം പണിയാനുള്ള പൈസ കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെയുള്ളത് ഈ പ്രത്യേക പദവി എന്നുള്ളത് അത് കൊടുക്കാനും പ്രയാസമൊന്നുമില്ല. ഇത് 14-ാം ധനകാര്യ കമ്മീഷന് അത് കൊടുക്കാനായിട്ട് പ്രയാസമുണ്ട്. ഇനി അത് ഡെവല്യൂഷൻ ഓഫ് ടാക്സ്, നികുതിയായിട്ട് അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ ബഹളം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. അത് ഗവൺമെൻറ്റിന് ബൈൻഡിങ് അല്ല.
അല്ല, ധനകാര്യ കമ്മീഷന്റെ ഒരു ശുപാർശ മാത്രമാണ്. സർക്കാരിന് സ്വീകരിക്കാം, തള്ളാം, മാറ്റാം, വേറെ വെക്കാം. അതെ, അതിന് കാരണങ്ങൾ പറഞ്ഞിട്ട് 5 കൊല്ലത്തേക്ക് ഞങ്ങളിത് ആ പ്രത്യേക പദവി തരുന്നു. ഒരു 5-6% സാധാരണ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഇപ്പം ഈ ചില ഉത്തരാഖണ്ഡ്, ഹിമാചൽ പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ ചെയ്തതാണല്ലോ. മല, ബോർഡർ സംസ്ഥാനങ്ങൾ, അതിർത്തി, അങ്ങനെ. ഇതിന് ന്യായമുണ്ട്. ന്യായം എന്താണെന്ന് വെച്ചാൽ ആന്ധ്ര വിഭജിച്ചപ്പോൾ ഈ ഇതിന് തലസ്ഥാനമില്ല, മറ്റേതിന് ഹൈദരാബാദ് കിട്ടി. അപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള IT കയറ്റുമതി ഉണ്ടല്ലോ, ആ കയറ്റുമതി മൊത്തം നഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെ ധാരാളം പൈസ നഷ്ടപ്പെട്ട ആന്ധ്രയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ഗതികേടൊക്കെ ഉണ്ടായി. ഇത്തരം കാരണങ്ങൾ തന്നെ ധാരാളം മതി. മാത്രമല്ല, ഹൈദരാബാദിൽ നിന്ന് സകല സർക്കാർ സ്ഥാപനങ്ങളും കുടിയിറങ്ങണമെന്ന് രേവണ്ണ നോട്ടീസ് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് സമയം എടുക്കും. 5 കൊല്ലത്തിൽ കൂടുതൽ വേണ്ടി വരും ഈ പ്രോജക്റ്റ്. മോദി ഇതൊക്കെ പ്രത്യേകിച്ച് സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിർബന്ധമുള്ള ആളാണല്ലോ. ഈ പ്രത്യേക പദവി അത് കൊടുക്കുമ്പോൾ ബീഹാറിനും ചിലപ്പോൾ ഒഡീഷയ്ക്കും കൂടി കൊടുക്കേണ്ടി വരും. ഒഡീഷയ്ക്കൊക്കെ കൊടുത്ത് ആ സ്ഥലമൊക്കെ നന്നായി. അതെ അതെ, വളരെ ദരിദ്രാവസ്ഥ, വളരെ ദരിദ്രമായ, നമ്മൾ പോയ റോഡുകൾ പോലും ഒന്നുമില്ല. കാളഹന്തിയൊക്കെ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ള പട്ടിണി മരണമൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമൊക്കെയാണ് അവിടെ. അവിടെ വ്യവസായങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലും അതെടുത്ത് കരകയറ്റി അതിന് ഈ പ്രത്യേക പദവിയൊക്കെ സഹായിക്കും. അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റേ ചന്ദ്രബാബു നായിഡു. പിന്നെ 20 കൊല്ലത്തോളം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ബാലാജി ഭഗവാനെ പോലെ ഒക്കെ നടന്നിരുന്ന ഒരാളാണ്. വനവാസത്തിലായിരുന്നു. തിരിച്ചു വരികയാണ്. മകനൊരു സ്ഥാനം വേണം, ഭാവിയിൽ മകനെ അവരോധിക്കണം അടുത്ത അവകാശിയായിട്ട്. സായാഹ്നത്തിലേക്ക് പോകുന്നു. ഡൽഹിയിലെ രാഷ്ട്രീയ മോഹത്തിനൊന്നും പുള്ളിക്ക് സമയമില്ല, ഇനി കാലവുമില്ല. അതുകൊണ്ട് അവിടെ വിശ്വസ്തനായിട്ട് തുടരുക. ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. ചന്ദ്രബാബു നായിഡു വിലപേശുന്നു, അദ്ദേഹം സ്പീക്കർ സ്ഥാനം ചോദിച്ചേക്കും. ഞാൻ മുമ്പൊരു സംഭാഷണത്തിൽ പറഞ്ഞ പോലെ സ്പീക്കർ സ്ഥാനം തെലുങ്ക് ദേശം പാർട്ടിക്ക് BJP അല്ലെങ്കിൽ മോദി കൊടുത്താൽ അത് ഞാൻ കരുതുന്നത് അത്രമേൽ വിശ്വസ്തനാണ് ചന്ദ്രബാബു നായിഡു എന്നാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്. അതൊക്കെ അതെ. കാരണം നേരത്തെ GMC ബാലയോഗി സ്പീക്കറായിരുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ബാലയോഗി നന്നായി തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പിന്നീട് വിമാനാപകടത്തിൽ മരിച്ചുപോയി. അദ്ദേഹം അത് കൊണ്ടു നടന്നു. കാരണം അതിന് പറ്റിയ ഒരാളാണ് ബാലയോഗി എന്ന് കണ്ടിട്ട് തന്നെയാണല്ലോ ആ സ്ഥാനത്തേക്ക് വെച്ചത്. അത് ചന്ദ്രബാബു നായിഡു ചെയ്യുമ്പോഴൊക്കെ ഉത്തരവാദിത്വബോധത്തോടു കൂടി, അല്ലാതെ ഈ സങ്കല്പം കാണുന്ന പോലെയൊന്നും നടപ്പുള്ള കാര്യങ്ങൾ. ഇവർ പറയുന്ന പോലെ ഈ മറ്റേ UP അല്ല ബീഹാറിൽ നിതീഷ് കുമാർ ഈ അഗ്നിവീറിൻ്റെ കാര്യത്തിലൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്. അത് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. ഇവർ രണ്ടുപേരുടെ ഇന്നൊരു ഒരു പത്രത്തിൻ്റെ കാർട്ടൂൺ, 2 തീവണ്ടികൾ പോകും, 2 വശി തീയാണ്, 2ൻ്റെ മീതെ ചവിട്ടി നിൽക്കുകയാണ് മോദി. ഒരു തീവണ്ടിയുടെ തല നായിഡു, ഒരെണ്ണത്തിൻ്റെ തല നിതീഷ് കുമാർ. രണ്ടും ഇപ്പോൾ പിളർന്നു പോകും, മോദി തലയും കുത്തി വീഴും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം ബീഹാറിലും ഈ പറഞ്ഞ പോലെ ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമൊന്നും നിതീഷ് കുമാറിനില്ല. സായാഹ്നത്തിലാണ്. ഇനിയിപ്പോൾ വളരെ സുഖമായി കഴിഞ്ഞുകൂടുക, ഒരു വലിയ പ്രാമാണിത്വം ഉണ്ടാവുക. ഇതിനപ്പുറത്തൊന്നും നിതീഷും പ്രതീക്ഷിക്കുന്നില്ല. സത്യത്തിൽ ഈ ബീഹാർ കിട്ടിയാൽ നടക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ബുദ്ധൻ്റെ പാതയുണ്ടല്ലോ, അതൊരു ടൂറിസം പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം ഈ സംഘപരിവാറിനും ഉള്ളതാണ്. അത് ബീഹാർ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇത്രയും കാലം മോദിക്ക് 10 കൊല്ലം ഉണ്ടായിട്ട് അത് നടക്കാതെ പോയത് അങ്ങനെയാണ്. കാരണം ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലേ ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഗയ അല്ല, ബുദ്ധനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നായിട്ടാണ് ഹിന്ദുക്കൾ കാണുന്നത്. കാരണം അവരും ഓം മണിപത്മേഹും എന്നാണ് പറയുന്നത്. ഓമാണ് പ്രണവം തന്നെയാണ് അവരുടെ മൂലമന്ത്രവും. മാത്രമല്ല സംസ്കൃതം ഒക്കെ ആണല്ലോ അതിൻ്റെ അകത്തും ഒരുപാട്. ഹിന്ദു മതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം തന്നെയാണ്, അവാന്തര വിഭാഗമാണ് ബുദ്ധനും ജൈനരും ഒക്കെ. അതെ, ഹിന്ദു മതത്തിൻ്റെ ഒരു ശാഖ ആയിട്ടേ ബുദ്ധമതത്തിനെയും കാണേണ്ടതുള്ളൂ. അങ്ങനെയാണ് കാണുന്നതും കേട്ടോ. RSS അങ്ങനെയാണ്. അല്ല, ഹിന്ദുക്കളും അങ്ങനെയാണ്. അവർ ഹിന്ദുക്കളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് ബുദ്ധനെയാണ്. ഹിന്ദുമത വിശ്വാസികളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പ്രതിമയൊന്നും കൊണ്ടുവെക്കുന്നില്ല. അപൂർവം ചിലർ ചെയ്യുന്നുള്ള ഒഴിച്ചാൽ. പക്ഷേ ബുദ്ധൻ്റെ പ്രതിമ എല്ലാവരും കൊണ്ടുവെക്കും.
ബീഹാർ ഇത്തവണ കിട്ടുമ്പോൾ ഈ കപടമതേതരവാദികൾക്ക് അറിയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ കാലത്തൊരു ആഗ്രഹ പൂർത്തീകരണമാണ് ഈ ബുദ്ധിസ്റ്റ് ടൂറിസം എന്ന് പറയുന്നത്. അത് അവിടെയൊക്കെ തുടങ്ങിയിട്ട് നേപ്പാളിലേക്കും വേണമെങ്കിൽ അയൽ രാജ്യങ്ങളിലേക്കും, സമാധാനം ഇല്ലാത്തടത്ത് പറ്റില്ല, സമാധാനമുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്യാൻ പറ്റും. പ്രജന്റ വരുന്നുണ്ട്, മോദിയുടെ വരുന്നുണ്ട്, അത് ഫോണിൽ തന്നെ ക്ഷണിച്ച് ഹസീന വരുന്നുണ്ട്. അവർ രണ്ടുപേരും മറ്റേ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, മറ്റേ മാലിയിലെ അത് വരുന്നുണ്ട്. അപ്പോൾ ആ നേപ്പാളും മറ്റേ ഹിന്ദുത്വയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതെന്തോ ആകട്ടെ, നമുക്ക് നേപ്പാളും ഇന്ത്യയൊക്കെ വെച്ചിട്ട് ഈ ബുദ്ധമത പാത ഒരു പിൽഗ്രിം ടൂറിസത്തിന് വലിയ പൊട്ടൻഷ്യൽ തുറന്നു വരുന്നതാണ്. ആ ബുദ്ധിസ്റ്റ് സാധനത്തിലാണ് സത്യത്തിൽ മോദിക്ക് ഇനിയൊന്നും ഇതുവരെ ഒന്നും ചെയ്യാൻ. അതും കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിതീഷ് കുമാർ ഹാപ്പിയാണ്, വളരെ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം അവിടെയൊക്കെ എത്ര ആളുകളാണ്. പവൻകുമാറിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു, മലയാള പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അതായത് ഇനി എന്നെ നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാലും ഞാൻ മോദിയെ വിട്ടു പോവില്ല എന്നാണ് പവൻകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ജനസേന അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനങ്ങൾ കിട്ടാൻ പോവാണ് കേന്ദ്രത്തില്. അദ്ദേഹം കുറച്ചു കാലമൊക്കെ ശ്രമിച്ചിട്ടാണ് ഈ രീതിയിലൊക്കെ കൊണ്ടു നടന്നു. ഇത്രയും നടന്നു. ചിരഞ്ജീവിയെ പോലെ വേണ്ടാന്നൊന്നും പറഞ്ഞു പോയില്ല, കൊണ്ടു നടന്നു. അദ്ദേഹം കുടുംബത്തിനെയാണ് ആദ്യം പോയി കണ്ടത്, ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത്. ഒരു വിദേശ വനിതയാണ് ഭാര്യ. അപ്പോൾ നമ്മുടെ നടൻ ശ്യാം ചരനും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അനിയന്റെ മകൻ. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുത്വയ്ക്ക് തന്നെ വലിയൊരു ശാഖയായിട്ടാണ് ബീഹാർ ഈ വളർന്ന് തിടം വയ്ക്കാൻ പോകുന്നത്. ഈ ബുദ്ധമത പാത, അതുപോലെ നാളന്ത, അതുപോലെ ഈ ഗിൽജിമാരും ഒക്കെ തകർത്ത നമ്മുടെ പഴയ ലൈബ്രറികളും ഒക്കെ ഉണ്ടല്ലോ, ഗ്രന്ഥശാലകൾ, അതുപോലത്തെ സ്ഥലങ്ങൾക്കൊക്കെ വലിയ മാറ്റമാണ്, വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ബീഹാറിന്റെയും ആന്ധ്രയുടെയും ഒരു സുവർണകാലം കൂടിയാണ് വരാൻ പോകുന്നത്. ഒരു സംശയക്കാർ അത് നന്നായിട്ട് തിരിച്ചറിയാവുന്നവരാണ് അവിടെ നിന്നുള്ള രണ്ട് നേതാക്കന്മാരും, എൻ ഡി എയുടെ രണ്ട് തൂണുകൾ. ആ തൂണ് അവർ പൊളിച്ച് ഇപ്പുറത്ത് കൊണ്ട് കെട്ടി അതിൽ രാഹുലിനെ ഊഞ്ഞാലാട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? വലിയ കഷ്ടമാണ് അങ്ങനെയൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇതുവരെ സോറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്നൊന്നും പൈസ മേടിച്ചിട്ടില്ല. ചന്ദ്രബാബു നായിഡുവിന് വേണമെങ്കിൽ വീഴാമായിരുന്നല്ലോ, ഈ കെജ്രിയൊക്കെ വീണ പോലെ. അദ്ദേഹം വനവാസത്തിലായിരുന്നല്ലോ. ഇപ്പോഴാണ് എനിക്കൊരു പോയിന്റ് കിട്ടുന്നത്. ഇത് ശരിയാണ്, ഈ സോറസിൻ്റെയൊക്കെ ഫണ്ടും ഇതുമാത്രം വന്നിട്ടും ഇന്ത്യയിലെ 10-30ഓളം പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ടും മോദിയെ വീഴ്ത്താൻ പറ്റില്ല. അത് ഒരു ക്ഷീണം തന്നെയാണ്. പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം മറയ്ക്കാൻ വേണ്ടി ഇല്ല, വിജയിച്ചു, ഞങ്ങളാണ് നേടിയത്. കുഞ്ഞാലിക്കുട്ടി പോലും, എനിക്ക് രാഷ്ട്രീയ ബോധമുള്ള ഒരാളായിട്ടാണ് നമ്മൾ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറയുക മോദിയാണ് തോറ്റത്, BJP തോറ്റു. നമ്പറിലല്ലേ അവർ ജയിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ നമ്പറല്ലേ പ്രധാനം? ഭൂരിപക്ഷത്തിന് അദ്ദേഹം കൂടെ നടക്കുന്ന പാർട്ടിയില്ലേ കോൺഗ്രസ്. 1989 ശേഷം ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് 240 സീറ്റ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അല്ല, ഒന്നാമത്തെ കാര്യം സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വലിയ തമാശ, ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രവും ഏഷ്യാനെറ്റും പറഞ്ഞ് IND മുന്നണിയുടെ യോഗം ചേർന്നു, പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. അല്ല, പിന്നെ ഭരണപക്ഷത്തിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് പത്രത്തിൽ എഴുതി വരുന്നത്? നമ്മൾ രണ്ടുപേരും ഈ പണി ചെയ്തിട്ടുള്ളവരും ചെയ്യുന്നവരുമാണല്ലോ. സത്യത്തിൽ നാണമില്ലേ ഇങ്ങനെയൊക്കെ എഴുതാൻ? ഇന്ത്യൻ മുന്നണി ചേർന്ന് പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. എന്തൊരു കഷ്ടമാണ്. ഈ OV വിജയൻ്റെ ഒരു ഈ യാത്രാ കഥകളിലൊന്നിലെ അദ്ദേഹം ഏതൊരു പത്രത്തിൽ ശീർഷകം വരുന്നതായിട്ട് പറയുന്നുണ്ട്, ചിതൽ തിന്നാത്ത മരം തേക്ക് മാത്രം. ഈ പറയുന്ന പോലെയാണ് ഈ ശീർഷകം. പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രസവ മുറി, വനിതാ അധ്യാപിക. അതെ, വനിതാ അധ്യാപിക. നടക്കട്ടെ, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.